ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ രണ്ടാം ദിവസമാണ്. ഒരു ദിവസത്തെ തെളിവെടുപ്പ് കഴിയുമ്പോഴേക്ക് അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നൊക്കെ പറയുന്നതിന് വല്ലാത്തൊരു അഭംഗിയുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഈ അന്വേഷണം നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നടക്കുമോ എന്ന ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഒന്നൊന്നര ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം, ഹൈക്കോടതി നിയോഗിച്ച സംഘമാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അയാളുടെ ഒരു മൊഴി എന്ന് പറയുന്നത്, ബാംഗ്ലൂർ കേന്ദ്രമായ ഒരു ഗൂഢസംഘമാണ് ശബരിമലയിൽ നടന്ന എല്ലാ സ്വർണ്ണ കവർച്ചയുടെയും പിന്നിൽ എന്നാണ്. ഒരു 5 അംഗ സംഘമെന്ന് അദ്ദേഹം മൊഴി കൊടുത്തു എന്നാണ് ഇന്ന് രാവിലെ ടെലിവിഷൻ ചാനലുകളും മറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കരുവാണ്. അതിന് പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഇങ്ങനെ കാണാമറിയത്ത് നിൽക്കുന്നവരാണ്. ഈ വിവാദം ഉണ്ടായപ്പോൾ അവരെന്നെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. അവര് പറഞ്ഞതനുസരിച്ചാണ് ഈ ദേവസ്വം വിജിലൻസിന് ഞാൻ ചില തെറ്റായ വിവരങ്ങൾ കൊടുത്തത് എന്നൊക്കെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുമ്പസാരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ശരിയാണെന്ന് വയ്ക്കുക, പോറ്റി പറഞ്ഞതേ. എങ്കിൽ ഈ കവർച്ചയുടെ സ്വർണ്ണ കൊള്ളയുടെ ഡയമെൻഷൻ, അല്ലെങ്കിൽ വ്യാപ്തി, അല്ലെങ്കിൽ മാനം എന്നൊക്കെ പറയുന്നത് അത് വളരെ വളരെ വിസ്തൃതമാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ അപ്പുറത്താണ്. അപ്പോ ഈ ഗൂഢസംഘം, ഈ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയ പഞ്ചപാണ്ഡവന്മാര് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല. ഇതിന്റെ പിന്നിൽ വലിയ വലിയ തിമിംഗലങ്ങൾ, അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാംഗ്ലൂരിൽ പോയി ഒരു അധോലോകവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഇതൊക്കെ ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ശക്തികൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. തർക്കത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോ ഈ ക്രൈമിന്റെ സ്വഭാവം നോക്കുമ്പോഴേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് വേണമെങ്കിൽ വിശ്വസിക്കാം. ഒരു ചെറിയ കാര്യമല്ല. ശബരിമല പോലൊരു ക്ഷേത്രം, പറഞ്ഞ കാനന ക്ഷേത്രമാണ്, വളരെ പാടുപെട്ട് വേണം അവിടെ എത്താൻ. അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം, കട്ടിളപ്പടിമയിലെ സ്വർണം, ഈ ദ്വാരപാലക ശില്പങ്ങൾ കട്ടിലേക്ക് അവിടെ നിൽക്കുന്നതാ. അത് എവിടെയെങ്കിലും ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനമല്ല. അത് കട്ടിളപ്പടിയുടെ സ്ഥാനത്തും ദ്വാരപാലക ശില്പങ്ങളുടെ സ്ഥാനത്തും നിൽക്കുന്ന യഥാർത്ഥ സാധനങ്ങളാ. അതിനെ പൊതിഞ്ഞിരുന്ന സ്വർണം അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിദഗ്ധന്മാരെ ഉപയോഗിച്ചത് ഉരുക്കി സ്വർണമാക്കി മോഷ്ടിച്ചു എന്ന് പറയുന്ന കുറ്റകൃത്യം അത്ര ചെറുതല്ല. അപ്പൊ അതിന്റെ പിന്നില് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയ സംഘങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ബാംഗ്ലൂരിലിരിക്കുന്ന 5 പേർക്കോ നമ്മുടെ പോറ്റി സാറിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ പിന്നിൽ സഹായികളായിട്ട് വലിയ വലിയ തിമിംഗലങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അപ്പോൾ ഈ മൊഴിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയ 5 അംഗ സംഘം അത് ശരിയാണെന്ന് വന്നാൽ, അതിനെ നമുക്ക് വിശ്വസിക്കാമെന്ന് വരികയാണെങ്കിൽ, ഈ അന്വേഷണ സംഘം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ബാംഗ്ലൂർ കേന്ദ്രമായ സംഘത്തെ കണ്ടെത്തുക, അവരെ കുറിച്ച് അന്വേഷിക്കുക, അവരെ പിടികൂടുക എന്നുള്ളതല്ലേ. അതിനു പകരം എന്താണ് സംഭവിച്ചത്? ഈ ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പുറത്തു വന്ന ഒരു വിവരം, അതായത് ഈ 5 അംഗ സംഘം ബാംഗ്ലൂർ, അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളില് ചോർന്ന് കിട്ടി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ലഭിക്കുക? മാധ്യമങ്ങളെ ഈ ചോദ്യം ചെയ്യപ്പോൾ അവിടെ സന്നിഹിതരല്ലല്ലോ, അവിടെ സാന്നിധ്യമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട മൊഴി, ബാംഗ്ലൂരിലെ 5 അംഗ സംഘത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എങ്ങനെ ഇന്ന് രാവിലെ ടെലിവിഷൻ ചാനലുകളിൽ വരുന്നു? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പുറത്തേക്ക് വിട്ടതിന്റെ ഉദ്ദേശം എന്താണ്? ഈ സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നാലേ അവര് പിന്നെ ബാംഗ്ലൂർ കാത്തിരിക്കുമോ നമ്മുടെ അന്വേഷണ സംഘം വരുന്നതും പ്രതീക്ഷിച്ച്? എന്നാ വന്ന് അറസ്റ്റ് ചെയ്തോട്ടെ, എന്നാൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരാരും കാത്തിരിക്കില്ലല്ലോ. അവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ തെളിവുകളുണ്ടല്ലോ, അതില്ലാതെ നമുക്ക് ഇവരെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ തെളിവുകൾ അവരവിടെ വെച്ചേക്കുമോ, സൂക്ഷിക്കുമോ? അവരത് നശിപ്പിക്കില്ലേ? അപ്പൊ ഈ വാർത്ത അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ, ബാംഗ്ലൂർ സംഘത്തെ കുറിച്ചുള്ള ഈ വിശദാംശങ്ങൾ എങ്ങനെ പുറത്തുപോയി, ആര് പുറത്തുവിട്ടു? സംശയാസ്പദമല്ലയോ? മാധ്യമപ്രവർത്തകർ വാർത്തയ്ക്ക് വേണ്ടി പല വഴികൾ നോക്കും. അതിൽ ഈ അന്വേഷണ സംഘം വീണ് കൊടുക്കരുത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലല്ലോ ഇത് പുറത്തേക്ക് പറഞ്ഞത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമല്ലോ.
അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരം ലഭിച്ച മറ്റേതെങ്കിലും ആളുകൾ. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബാംഗ്ലൂർ സംഘത്തിനും പുറകിൽ നിൽക്കുന്ന തിമിംഗലങ്ങൾ അവരുമാവാം, അവരിൽ നിന്നായിരിക്കാം. പക്ഷെ ഇത് പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഇപ്പോഴീ 5 അംഗ സംഘം വളരെ അലർട്ടാവും. ചിലപ്പോൾ രാജ്യം വിട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അവര് ഉള്ള തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യ ദിവസം തന്നെ ഉണ്ടായ ഒരു സംഭവവികാസം ഈ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് സ്വർണം വാങ്ങിക്കൊണ്ടുപോയ ഒരാള്, കൽപേഷ് എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകളിലൊക്കെ അല്ലെങ്കിൽ FIR-ലൊക്കെ അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അയാളിപ്പോ എവിടെയാ? ആരാണ് ഈ കൽപേഷ്? ഈ അവതാരവും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ കൽപേഷിനെ ബാംഗ്ലൂർ കേന്ദ്രമായി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് പത്രങ്ങൾ പറയുന്നു. ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രങ്ങൾ പറയുന്നു. അതും പുറത്തു പോയിരിക്കുകയാണ്. ഈ കൽപേഷിനെ പിടിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയോ? അയാളെ കണ്ടെത്താൻ, അയാളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാൻ ഏതെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ഈ കൽപേഷിന്റെ പ്രധാന ആളല്ലേ? അയാളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം കൊണ്ടുപോയത്. ഇത്രയും സ്വർണം കൊടുത്തയക്കണമെങ്കിൽ അയാൾ വിശ്വസ്തനായിരിക്കുമല്ലോ, ഈ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കുമല്ലോ. അയാളെ പറ്റി എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം സമാഹരിച്ചിരിക്കുന്നത്? അയാളെ പിടികൂടാനുള്ള എന്ത് ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്? അതൊക്കെ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ന്യായമാണെന്നും അറിയാം. പക്ഷേ അയാളെ പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ അല്ലെങ്കിൽ വിവരങ്ങൾ എങ്ങനെ പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംശയാസ്പദമായിട്ടുള്ളത്. ഒരു മുരാരി ബാബു ഉണ്ട് ഈ കേസിന്, 2ാം പ്രതിയാ. അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുക ദേവസ്വം ബോർഡ്. വെറുതെ സസ്പെൻഡ് ചെയ്യുമോ? അയാൾക്ക് ഇതിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടതല്ലയോ? കസ്റ്റഡിയിൽ എടുക്കേണ്ടതല്ലയോ? പിന്നെ എന്തുകൊണ്ടാണ് അയാൾ സ്വതന്ത്രനായി നിൽക്കുന്നത്? ശബരിമല ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാൾക്ക് ഈ ഏർപ്പാടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ അദ്ദേഹത്തിന് നശിപ്പിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. എന്തിനാണ് അവിടെ ഒരു അമാന്തം? ഈ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തതിന്റെ 5ാം ദിവസമാണ് പുളിമാത്തുള്ള വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നത്. വലിയ സാഹസകൃത്യം ചെയ്തുകൊണ്ടൊന്നുമല്ല അയാളെ അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ചെല്ലുന്നു, അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നീട് രാത്രി വളരെ വൈകി വെളുപ്പിന് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇത് സത്യം പറഞ്ഞ ഒരു അറസ്റ്റ് അല്ല, വളരെ കരുതി കൂട്ടി നടത്തിയ ഒരു കീഴടങ്ങല, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു അറസ്റ്റിന് വഴങ്ങല്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അയാളെ റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാളുടെ പ്രകൃതത്തിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇത്രയും വൈകിയത്? പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവര് ഈ വൈകലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച തെളിവുകൾ അയാളുടെ പക്കലാണ് ധാരാളമായിട്ടുള്ളത്. ഇത്രയും ദിവസം അയാൾ അത് സൂക്ഷിച്ചു വെക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നെ നശിപ്പിക്കാനല്ലേ സാധ്യതയുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ ഈ ബാംഗ്ലൂരിലെ ഗൂഢസംഘവും അയാളെ സഹായിച്ച കേരളത്തിലെ തിമിംഗലങ്ങളും ഒക്കെ ഉള്ളപ്പോഴേ ഇയാൾ ഇങ്ങനെ പുറത്ത് ഇത്രയും കാലം സ്വതന്ത്രനായി നിന്നത് ഈ കേസന്വേഷണത്തിന് അനുകൂലമായി പോകുന്നില്ലല്ലോ, അതിന് പ്രതികൂലമായി വന്ന് ഭവിക്കുകയില്ലേ? അതാണ് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ പോലെ അന്വേഷണം നടക്കൂ എന്ന് സംശയമുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞത്. 3700, 3701 എന്നീ 2 നമ്പറുകളിലുള്ള 2 കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ളത്. ആദ്യത്തെ അത് ഈ 3700 എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചതിനാ. മറ്റത് കട്ടളപ്പടിമേലുള്ള സ്വർണം അപഹരിച്ചതിനാ. ഇപ്പൊ ആദ്യത്തെ കേസിൽ മാത്രമേ അറസ്റ്റ് നടന്നിട്ടുള്ളൂ. 3700 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അത് അടിച്ചു മാറ്റിയതിന്. അതിനാണ് ഇപ്പൊ 14 ദിവസത്തെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നത്. ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2ാമത്തെ കേസില് 3701 അറസ്റ്റ് നടന്നിട്ടില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി പിന്നീടായിരിക്കും അത് രേഖപ്പെടുത്തുക. അപ്പൊ ആണെങ്കിൽ വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ ചോദിക്കാം. 7 ദിവസമോ 14 ദിവസമോ ഒക്കെ കസ്റ്റഡിയിൽ ചോദിക്കാം. അന്നേരം എവിടെയെങ്കിലുമോ കൊണ്ടുപോകാനുണ്ടെന്ന് പറയാം. അതൊക്കെ നിയമപരമായിട്ട് അനുവദിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അന്വേഷണം നീണ്ടു പോകുന്നത് ഇതൊരു ശരിയായ ദിശയിലേക്ക് ഇതിനെ എത്തിക്കുന്നതിന് സഹായിക്കുമോ? ഇപ്പൊ ഗവൺമെന്റിനാണെങ്കിലും അല്പം സമയം വേണം. മനസ്സിലായില്ലേ? അവര് വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ടിരിക്കുക. അവരും ആ സർക്കാരിനെ നയിക്കുന്ന CPM-ഉം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഒരു ശബരിമല അതോറിറ്റി പോലെയുള്ള എന്തെങ്കിലും ഒരു
തൊലിപ്പുറത്തെ ചികിത്സ നടത്തി വിശ്വാസികളെ പറ്റിക്കണം. അതിനായി ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രി അധ്യക്ഷനും ദേവസ്വം മന്ത്രി ഉപാധ്യക്ഷനുമായിട്ടുള്ള ഒരു ശബരിമല വികസന അതോറിറ്റി. രണ്ടും നല്ല കക്ഷികളാണല്ലോ ശബരിമല വികസന അതോറിറ്റിയുടെ തലപ്പത്തിരിക്കാൻ. രണ്ടുപേർക്കും അയ്യപ്പനെ നല്ല വിശ്വാസമുള്ളവരാണല്ലോ, അയ്യപ്പനിൽ വിശ്വാസമുള്ളവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ അധ്യക്ഷനും ഉപാധ്യക്ഷനുമായിട്ട് ഒരു കമ്മിറ്റി വരുന്നു, അതോറിറ്റി, വികസന അതോറിറ്റി. ഇവരാരും ഇല്ലെങ്കിലും ഈശ്വര വിശ്വാസമുള്ള ആരെയെങ്കിലും അതിനകത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ്. പക്ഷേ അവർക്ക് അന്വേഷണം നീട്ടിക്കൊണ്ട് പോകണം. യഥാർത്ഥ പ്രതികൾ കുടുങ്ങുന്നതിന് മുമ്പായിട്ടെങ്കിലും ഈ ഒരു അതോറിറ്റി, വികസന അതോറിറ്റി ഒന്ന് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ഗവൺമെന്റിനും അത്യാവശ്യം സമയം ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ ബോംബായിട്ട് മാറാവുന്ന ഈ കേസില് അന്വേഷണം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഇന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുക. ഒരു പ്രത്യേക ശ്രദ്ധ, ജാഗ്രത. ഈ പ്രത്യേക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ ഉദ്യോഗസ്ഥന്മാര് ഉണ്ണികൃഷ്ണൻ പോറ്റി വല്ലാതെ മറ്റാരും വരരുത്, ദേവസ്വം ബോർഡിലേക്ക് പോലും പോകരുത്. ദേവസ്വം ബോർഡ് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളാണ്, CPM-ന്റെയും CPI-യുടെയും ചെയർമാൻമാര്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM-ന്റെ നേതാക്കന്മാരാ. പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പം അതിലേക്കൊന്നും അന്വേഷണം പോകരുത്. അങ്ങോട്ട് കടന്നാൽ ചിലപ്പോഴേ ഈ ദേവസ്വം ഭരിച്ചിരുന്ന മന്ത്രിമാരിലേക്ക് അങ്ങ് നീളും. അവരുടെ വാതിലൊക്കെ ചെന്ന് അന്വേഷണ സംഘത്തിന് മുട്ടി വിളിക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് മുകളിലോട്ടാൻ കയറിയാലോ. അതുകൊണ്ടാണ് ഈ ജാഗ്രത അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ എന്നൊക്കെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി നിയോഗിച്ച ഒരു അന്വേഷണ സംഘത്തിന് ഈ രീതിയിലുള്ള ഏത് ഡയറക്ഷനിൽ, ഏത് ദിശയിൽ വേണം അന്വേഷണം എന്നതൊക്കെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കുമോ? നമ്മുടെ സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്യും. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഞങ്ങള് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നത്, ഞങ്ങളെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ് എന്നൊരു ബോധ്യം, ഒരു ഓർമ്മ ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ നിർദ്ദേശം കൊടുത്താലും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കളുടെ ഉള്ളിൽ ഇപ്പൊ തീയാകട്ടോ. പലരും പേടിച്ചരണ്ടിരിക്കുക. കാരണം ഇന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേര് സൂചിപ്പിച്ചു, ചൂണ്ടിക്കാണിച്ചു എന്നാണ്. ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടില് ഇത് ഏതാണ്ടൊന്ന് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന്. പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല. അത് പറയാൻ പറ്റത്തില്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ ദേവസ്വം വിജിലൻസ് എന്നും പറയുന്നത്. അവര് പാർട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കളായ ആളുകളുടെ പേരൊന്നും പറയാന് അവർ ധൈര്യപ്പെടത്തില്ല. പക്ഷെ അന്വേഷണ സംഘം അങ്ങനെ ചെയ്താൽ സംഗതി മാറും, കളി മാറും. വിജിലൻസിന്റെ റിപ്പോർട്ട് പോലൊന്നുമല്ല. അതെങ്ങനെയെങ്കിലും തടയാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നെ കുടുക്കി എന്നൊക്കെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. എങ്ങനെ കുടുക്കി, ആര് കുടുക്കി, എപ്പ കുടുക്കി എന്നൊക്കെ പുറത്തു വരുമോ? അന്വേഷണത്തിൽ വരുമോ? ഇതിന്റെ എല്ലാ പാപഭാരവും എന്റെ തലയിലിടാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ ഗുരുതരമായിരിക്കുമെന്നും നമ്മുടെ പോറ്റി സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ നമ്മുടെ സർക്കാർ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി വിജയഭേരി അടിച്ചു നിൽക്കുമ്പോഴേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് ശബരിമല അയ്യപ്പൻ ഈ സ്വർണ്ണക്കൊള്ളയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഉപയോഗപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഒരു പരാതി അനുസരിച്ചാണ് ഈ കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് പൊളിക്കാൻ അയ്യപ്പൻ തന്നെ ഇടപെടുമെന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. അത് അയ്യപ്പനിലുള്ള വിശ്വാസമാണ്.